ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, നിങ്ങൾ ഗുഡ് ഫ്രൈഡേ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ വീട്ടിലെ കലണ്ടറിൽ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷമാണെന്നാണ്. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ളൊരു വെള്ളിയാഴ്ചയിൽ ഒരു മനുഷ്യൻ വളരെ ഭയാനകവും വേദനാജനകവുമായ മരണം അനുഭവിച്ചു. ആ മനുഷ്യൻ യേശുക്രിസ്തുവായിരുന്നു. ചാട്ടവാറുകൊണ്ട് താൻ അടിയേറ്റു. ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. അവനെ പരിഹസിച്ചു. അവൻ്റെ മേൽ തുപ്പി. ഭാരമുള്ള കുരിശുമായി ഗോൽഗുഥയിലേക്ക് നടക്കേണ്ടി വന്നു. തൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുന്നു. അങ്ങനെ വീണും എണീറ്റും താൻ നടന്നു നീങ്ങി. പിന്നീട് തൻ്റെ കാലുകളിലും കൈകളിലും ഇരുമ്പാണികൾ ക്രൂശിനോട് ചേർത്ത് വെച്ച് അടിച്ചിറക്കി. ക്രൂശിൽ തന്നെ ഉയർത്തി. ചിന്തിച്ചു നോക്കൂ, ശ്വാസോച്ഛ്വാസം ചെയ്തു തന്നെ ഒരു പോരാട്ടമായിരുന്നു. ലജ്ജാകരവും വേദനാജനകവുമായ മരണം, ഇത്രയും ഭയാനകരമായ മരണം എന്തുകൊണ്ട്? ഈ മനുഷ്യൻ എന്തെങ്കിലും അപരാധം ചെയ്തോ? പവിത്രമായ തിരുവെഴുത്ത് പറയുന്നു ഇല്ല എന്നാണ്. വിശുദ്ധ തിരുവചനത്തിൽ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എത്ര അത്ഭുതകരമായ കാര്യമാണ്! ഒരു മനുഷ്യൻ മരിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഇതവൻ സാധാരണ മനുഷ്യൻ അല്ലാത്തതുകൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ സ്വയം ദൈവമാണ്. അവൻ മനുഷ്യനായി ഈ ലോകത്ത് അവതരിച്ചത് എന്തിന്? അതിൻ്റെ കാരണം ബൈബിൾ പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പ്രശ്നം നമ്മളിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പാപത്തിൻ്റെ സ്വഭാവമുണ്ട്. ഓരോ മനുഷ്യനിലും പാപമുണ്ട്. അത് കള്ളമായി, അഹങ്കാരമായി, തിന്മ നിറഞ്ഞ ചിന്തകളായി വെളിപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന സത്യത്തെ മനുഷ്യൻ തിരസ്കരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ മനുഷ്യൻ പാപിയായിത്തീരുന്നു. പരിശുദ്ധമായ ദൈവത്തിൽ നിന്നും പാപം നമ്മെ അകറ്റുന്നു. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഈ പാപം കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. അങ്ങനെയുള്ള നമ്മൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം നിത്യമായ നരകമാണ്. തീയും ഗന്ധവും കത്തുന്ന നിത്യമായ തീപ്പൊയ്ക. ഈ നിത്യാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സ്നേഹവാനായ ദൈവം നമുക്കായി ഈ ലോകത്തിലേക്ക് വന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്ത് വന്നു. അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു അവനിൽ പാപമില്ല. അവൻ പരിശുദ്ധൻ, നിഷ്കളങ്കൻ, പാപത്തിൽ നിന്ന് വേർപെട്ടവൻ. അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തു. 1 പത്രോസ് 1:24 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകേണ്ടതിനായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ അവൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 24:6 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൂതൻ പറയുന്ന വാക്കുകളാണ്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്നും ആ കല്ലറ ഇസ്രായേലിൽ ശൂന്യമായി കിടക്കുന്നു. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിന് ഒരു ഗുഡ് ഫ്രൈഡേ ആണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മനുഷ്യന് പാപമോചനം ലഭിച്ചതുകൊണ്ടും പുനരുത്ഥാനത്തിലൂടെ നമുക്ക് പുതിയ ജീവിതം ലഭിക്കുമെന്നതുകൊണ്ടുമാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ്. ഇനി ചോദ്യം ഇതാണ്: നമ്മൾ എന്തു ചെയ്യണം? പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 33-ൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിത്യമായ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യജീവന് ഓഹരിക്കാരായി തീരുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഈ സ്നേഹനിധിയായ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ ഈ ഗുഡ് ഫ്രൈഡേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗുഡാകും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.